ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. Hi. Okay. Hi. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിലിടും. കുഴപ്പമുണ്ടോ? No issues. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. എന്താണ് നിങ്ങൾക്ക് അച്ചീവ് വേണ്ടത്? പിന്നെ ഒരു വർക്കിംഗ് പാർട്ണറാണ് സ്ഥാപനത്തിൽ നിലവിൽ. ഓക്കെ. ഒരു സ്ഥാപനത്തിൽ വർക്കിംഗ് പാർട്ണറാണ്. പക്ഷേ ഇൻകം ഇസ് നോട്ട്, എനിക്ക് ആ ഒരു സാലറി നിലവിൽ എന്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല നിലവിൽ. മീൻസ് അത് ആ ഒരു അച്ചീവ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിലവിലെ സാഹചര്യങ്ങൾ അതിൽ കൂടുതൽ ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യപ്പെടുന്നതാണ്. സോ എക്സ്ട്രാ ഇൻകം വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് എന്റെ സ്കില്ലുകൾ എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ എന്താണ് ചെയ്യുന്നതിനെ പറ്റി ഒരു ധാരണ, ഒരു ക്ലാരിറ്റി വേണം അതിനെ പറ്റി. ഫോർ എക്സ്ട്രാ ഇൻകം. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള സ്കിൽസ് എന്തൊക്കെയാണ്? ഇവിടെ സെല് ചെയ്യാൻ പറ്റുന്ന സ്കിൽ ഏതൊക്കെയാണ് നിങ്ങളടുത്തുള്ള? അതായത് മാർക്കറ്റിൽ ആവശ്യമുള്ള സ്കിൽസ് നിങ്ങളടുത്ത് എന്താ ഉള്ളത്? ലിംഗ്വിസ്റ്റിക് സ്കിൽ, എനിക്ക് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഉണ്ട്, മൾട്ടി ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്. എനിക്ക് മീൻസ് കോച്ചിങ് കൊടുക്കാം എന്റെ ഫീൽഡിനെ പറ്റി, അത് ആവശ്യമുള്ളവർക്ക്. പക്ഷെ ഇതിനൊക്കെയുള്ള എങ്ങനെ വേണം ഒരിക്കലും എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ബ്ലോക്ക് വരുന്നു. ഒരിക്കലും അത് ചോദിക്കരുത്. എന്തൊക്കെയാണ്, അത് എന്തിനാണെന്നുള്ള ആദ്യം ചോദിക്കേണ്ടത്. വാട്ട് ആൻഡ് വൈ ആണ് ആദ്യം ചോദിക്കേണ്ടത്. സോ ടെൽ മീ, വാട്ട്സ് ദ തേർഡ് വൺ? What is that you can do? What are the skills that you have? I can prepare some products and sell it. What sort of product are you talking about? In my field. Okay. Healthcare products. Okay. ഇപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്, you said that you are currently working, am I right? Yes, as a working partner, and I'm being salaried also. അവിടെ സാലറി ഇല്ല കിട്ടുന്നത്? സാലറി ഉണ്ട്. ഓക്കെ, സാലറി സാലറി ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമുണ്ട് നിങ്ങൾക്ക്. ഇത് ഷെയറും ഉണ്ട്, പ്ലസ് യു ആർ ഗെറ്റിംഗ് ദ സാലറി ആസ് വെൽ. ഇസ് ദാറ്റ് കറക്റ്റ്? ബട്ട് ഇറ്റ്സ് നോട്ട് ബ്രേക്ക് ഈവൻ ആയിട്ടില്ല. ഓക്കെ, എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2 years. 2 years. അത് 2 years ഒക്കെ ഇപ്പം ചെറുതാണ്. 2 years ഒക്കെ അല്ലേ? ഞാനൊക്കെ ഏകദേശം 8 വർഷമായി നിങ്ങൾക്ക് ബ്രേക്കിന്. നിലവിലുള്ള സാലറി കൊണ്ട് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ പ്രയാസമായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇഷ്യൂസും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അതിൽ എത്ര പാർട്ട്നേഴ്സാണ് ഉള്ളത്? 2 പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ നിങ്ങൾ ചെയ്യുന്ന ജോബിൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഇൻകം, ആ ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നൗ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഇൻകം വരാത്തതുകൊണ്ട്. ഇല്ല, ഇൻകം മാറ്റി നിർത്താനാണ് ഞാൻ പറഞ്ഞത്. ഇൻകം മാറ്റി നിർത്തി നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനിൽ, ആ ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് ചോദിച്ചത്. യെസ്. ഓക്കെ, 0 to 10 ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു? എന്റെ മേഖലയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കാരി ചെയ്യുന്നത്. അതിൽ ഞാൻ 7. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പൊ അതും ഹെൽത്ത് കെയർ ആണോ? ഹെൽത്ത് കെയർ ആണോ? ഓക്കെ, ഗ്രേറ്റ്. എന്താന്ന് പറയണ്ട കേട്ടോ. ഓക്കെ, ഹെൽത്ത് കെയർ. ഇപ്പൊ നിങ്ങൾ സാലറി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് മോർ സാലറി അല്ല, സാലറി കൂട്ടാനല്ല, ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എക്സ്ട്രാ എത്രയാണ്? ഹൗ മച്ച് മോർ? ബിക്കോസ് നിലവിൽ അടിസ്ഥാനം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആവശ്യം. 3 ഇരട്ടി വേണ്ടി വരും ഏകദേശം. ഓക്കെ, എത്രയാണെന്ന് പറയോ? ജസ്റ്റ് ലെറ്റ് മീ നോ. 1 lakh. ഓക്കെ, per month. Yeah. ഈ 1 lakh, is it including the current salary or excluding the current salary? Including current salary. Okay. Basic needs മുന്നോട്ട് പോകാൻ. ഓക്കെ, ഷുവർ. ഇത് 1 lakh ഒക്കെ വേണ്ടി വരും ഇന്നത്തെ ചിലവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ എത്ര പെർസെന്റേജ് അപ്പം കിട്ടുന്നത് 1 lakhന്റെ? 33%. 33%. So you're getting around about 33,000, is that right? Yeah.
ഓക്കെ. നിങ്ങൾ ഈ 3 സ്കില്ല് നിങ്ങൾ പറഞ്ഞു. നമ്പർ 1 ഇസ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, കോച്ചിങ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ്. ഇതിൽ കൂടെ നിങ്ങൾക്ക് റിമൈനിങ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് എല്ലാം മുട്ടേക്കുന്നത് മീൻസ് എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഇതും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എന്ത് സ്കില്ല് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കുറവ്. ഇപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. പ്രൊഡക്ഷൻ ആണ് അവിടെ. അതെ. കോച്ചിങ് അത്ര വേണ്ടി വരും. എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഓക്കെ. എന്താണ് നിങ്ങൾക്ക് കോച്ച് ചെയ്യാൻ പറ്റുക? അഡ്വൈസസ് മീൻസ് റൂട്ടീൻ, ഡെയിലി റൂട്ടീൻസ്. അങ്ങനത്തെ കുറെ ഒരുപാട് ആൾക്കാരില്ലേ ഇപ്പൊ നിലവിലുണ്ടോ? യൂറോപ്യൻസിനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് എങ്ങനെ അതിലേക്ക് എത്തണം എന്ന് അറിയില്ല. ഓക്കെ. അത് യൂറോപ്യൻസിൽ അവിടെ ആ മാർക്കറ്റിൽ ഇന്ത്യൻസ് ഉണ്ടോ ഓൾറെഡി? മാർക്കറ്റ് പഠിച്ചിട്ടില്ല. പഠിക്കണ്ടേ? അതെ, എങ്ങനെയാണെന്ന് ധാരണയില്ല, എങ്ങനെ പഠിക്കണം ധാരണയില്ല. ഓക്കെ. എത്ര വയസ്സായി? 34. ഇംഗ്ലീഷ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലാംഗ്വേജ് അറിയാം? ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, മലയാളം, തമിഴ്. ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾ ക്ലയൻസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലയൻസ് ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്? ഹൈ പേ ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ്. പേ ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ്. യെസ്. അതെ, കാരണം ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞിട്ട് പേ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പേ ചെയ്യാൻ പറ്റില്ല അവർക്ക്. മനസ്സിലായി? നമ്മളെക്കാളും പൊളിഞ്ഞ ടീമുകളുണ്ട് യൂറോപ്പിൽ, US-ലൊക്കെ ഉണ്ട്, നോർത്ത് അമേരിക്കയിൽ എവിടെ പോയി കഴിഞ്ഞാലും. ഡിമാൻഡ് എവിടെയാണോ അവരെ അന്വേഷിച്ച്. എക്സാക്ട്ലി കറക്റ്റ്. അപ്പൊ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഇംഗ്ലീഷിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് ഓർ ഹിന്ദി? ഇംഗ്ലീഷ് ഓർ ഹിന്ദി? വൈ ഹിന്ദി? If there are clients from that area, from northern side of India. Okay. അതിന് സ്കോപ്പ് ഉണ്ടോ? ഇത് സെൻസ് നേരത്തെ പറഞ്ഞ പോലെ അന്വേഷിച്ച് നോക്കണം ഡിമാൻഡ് ഉണ്ടോ. അതും ഒരു ധാരണയില്ല, പക്ഷെ എന്റെ സ്കിൽസ് ഇതാന്നുള്ള ധാരണ എനിക്കുണ്ട്, അത്രേ ഉള്ളൂ. Okay, great. Excellent. You know one thing? The coaches in India, जो भी coaches आप देख रहे हैं इंडिया में, जो हिंदी में बातें करते हैं, वो सबसे ज्यादा कमाते हैं. Okay. You got me? मैं ध्रुव राठी को भी जानता हूँ. ध्रुव राठी जो भी हो, अगर आप ध्रुव राठी के बारे में कह रहे हैं या कोई डॉक्टर विवेक बिंद्रा या किसी को भी लीजिए, किसी को भी लीजिए, जो भी अपने लोकल भाषा में जो बातें करता है उसको ज्यादा मिलता है. और जैसे कि मैंने तो पहले अंग्रेजी में बातें करता था मैं. अब मुझे लगता है करीबन 6 या 7 महीने पहले मैंने एक्सीडेंटली मलयालम में बोला, तो लोगों को पसंद आ गया. तो मैंने कहा ओके, छोड़ दो अंग्रेजी, छोड़ दो और मलयालम में आ जाओ. अब क्या हो गया, मेरा जो रीच है वो बढ़ गया, मेरा इंस्टाग्राम में बढ़ गया, मेरे जो फॉलोवर्स है वो बढ़ गए. Why? You have to identify your customers, your clients. Okay. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നോർത്ത് ഇന്ത്യയിലാണ് നിങ്ങൾക്ക് ക്ലയൻസ് കൂടുതൽ ഇതിൽ വരാൻ പറ്റുന്നത്, നിങ്ങൾ ഹിന്ദിയിൽ പറയാം. ഇംഗ്ലീഷ് പറയണമെന്നില്ല. എവിടെയാണെന്ന് അറിയില്ല. അപ്പം അതിന് നിങ്ങൾ എന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങൾ ധ്രുവറാട്ടിന്റെ ഒക്കെ പറ്റി പറഞ്ഞു, ഞാൻ ഡോക്ടർ വിവേക് ബിന്ദ്രാന്റെ പറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ ലോക്കൽ ഹിന്ദിയിൽ മാത്രം സംസാരിക്കുള്ളൂ. അതെ. ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യയിൽ പേ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഗുജറാത്തീസ് ആണെങ്കിലും മാർവാഡീസ് ആണെങ്കിലും നമ്മൾ ഇവിടെ എന്താണ് രാജസ്ഥാനിലെ കുറേ ആൾക്കാരുണ്ട് നന്നായിട്ട് പേ ചെയ്യുന്നത്. ഇന്ത്യ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്നത്. അവർ ഒരിക്കലും പേ ചെയ്യാനൊന്നും വരില്ല. യു ആർ ഗെറ്റിംഗ് സം ഐഡിയ? യെസ്. അപ്പം എന്തായിരിക്കും നിങ്ങൾ റിസർച്ച് ചെയ്യുക? ഫോർഗെറ്റ് അബൌട്ട് യൂറോപ്പ്, ഫോർഗെറ്റ് അബൌട്ട് യൂറോപ്പ്. ഇന്ത്യയിലാണ് യൂറോപ്യൻസ് പോലും ഇന്ത്യയിലേക്കാണ് വരുന്നത് മാർക്കറ്റ് ചെയ്യാൻ. അതെ. ഇന്ത്യയിലാണ് ഏറ്റവും നല്ല കസ്റ്റമേഴ്സ്, പേയിങ് കസ്റ്റമേഴ്സ് ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ ഇത്രയും നല്ല മാർക്കറ്റ് വിട്ടിട്ട് നിങ്ങൾ യൂറോപ്പിലേക്ക് പോകേണ്ട ആവശ്യം. തൽക്കാലം ഐ വോണ്ട് യു ടു ഫോക്കസ് ഇൻ ഇന്ത്യ in a language which most of the people can understand, and in that case it's Hindi. Okay. And focus എന്നുള്ള ഹിന്ദി ഇംഗ്ലീഷ് എന്നുള്ളതല്ല, ഓൺലൈൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. Okay. അപ്പോൾ I'm getting you. So my next question is, ഇന്നേ വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുണ്ടോ? വൺസ് ഇൻ എ ബ്ലൂ മൺ അല്ല, ആക്റ്റീവ് ആയിട്ടുണ്ടോ? പ്രൊഫഷണലി ആക്റ്റീവ് ആയിട്ടുണ്ടോ? ഇല്ല. തോന്നണ്ടേ? അത് വേണ്ടേ? ഇപ്പൊ എന്റെ പറ്റി എങ്ങനെ അറിഞ്ഞത്?
യൂട്യൂബ് വീഡിയോസ്. ഉറപ്പല്ലേ? യെസ്. ഉറപ്പല്ലേ? ഇപ്പൊ മിക്കവാറും എല്ലാവരും ആരും എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഓഫ്ലൈനിൽ ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാറില്ല. വൺസ് ഇൻ ബ്ലൂ മൂൺ മാത്രമേ ഞാൻ അത്രയും നല്ല ഒരു ഓർഗനൈസേഷൻ ആണ് മാത്രമേ ഞാൻ അത് പോകുള്ളൂ. ഓഫ്ലൈൻ എല്ലാം കംപ്ലീറ്റ് ഓൺലൈനിൽ എൻ്റെ ആൾക്കാർ എന്നെ കണ്ടിട്ടുള്ളൂ. ഹ്യൂമാക്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് താങ്കളെ പറ്റി കേൾക്കുന്നത്. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. ആരെ? സോറി, ഹ്യൂമാക്സിനെ പറ്റി ആണ് ആദ്യമായിട്ട് താങ്കളെ പറ്റി പ്രോഗ്രാം, കേൾക്കുന്നത്. ഹ്യൂമാക്സ് തന്നെ പ്രോഗ്രാം. അതെ അതെ. അപ്പൊ ഞാൻ ചോദിക്കണത്, നിങ്ങൾ 4 ആൾക്കാർ അറിയണ്ടേ? അതെ. നിങ്ങൾ ഇതിന്റെ ഒരു എക്സ്പേർട്ട് ആണെന്നുള്ള അറിയണ്ടേ? വേണം. നിങ്ങൾ എക്സ്പേർട്ട് ആണെന്ന് അറിഞ്ഞാലേ ആൾക്കാർ വരുള്ളൂ, ക്ലയൻസിന് കിട്ടുള്ളൂ നിങ്ങൾക്ക്. അതെ. ഉറപ്പല്ലേ? അതിന് നമ്മൾ ആദ്യം കുറച്ച് വർക്കൗട്ട് ചെയ്യണ്ടേ? അതിനുള്ള ടൈം ഉണ്ടോന്നുള്ളത് മീൻസ് അപ്പൊ ഇതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുന്നല്ലേ? ഇല്ല, വർക്കൗട്ട് ചെയ്യണം. ഉറപ്പല്ലേ? നിങ്ങൾക്ക് ഇൻകം വേണം, നിങ്ങൾക്ക് ടൈമും ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ലത്. അതെ. നിങ്ങൾക്ക് ഇൻകം വേണമെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം നിങ്ങൾ ഇട്ടേ മതി. ഒരിക്കലും സീരിയസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ചെടി കിട്ടാൻ പോകുന്നില്ല, ഫലങ്ങൾ കിട്ടാൻ പോകുന്നില്ല. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്. സോ ആർ യു റെഡി ടു ഇൻവെസ്റ്റ് സം ടൈം, എഫേർട്ട് ആൻഡ് മണി? Yeah, sure. So my question is, would you be able to put your face on social media, especially on YouTube? ചെയ്യാൻ പറ്റുമോ? Yeah, I'm confident. Yes. Yes or no? Yes. 0 to 10, how much yes? 10. Yes. ഉറപ്പല്ലേ? അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ബിഫോർ യു സ്റ്റാർട്ട് ദിസ് വൺ, ആൻഡ് ഇഫ് യു ഫീൽ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഫോർ ദാറ്റ്, നിങ്ങൾ ആദ്യം ചെയ്തത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, നിങ്ങൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ മാർക്കറ്റ് ചെയ്യാന്നുള്ള. മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ള. നിങ്ങൾക്ക് യൂട്യൂബിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ കൂടെ നിങ്ങൾക്ക് ചിലവ് വരുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമറ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലായിരിക്കും. അത്രേ ഉള്ളൂ. മൊബൈലുണ്ടോ നിങ്ങളുടെ അടുത്ത്? അതുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നതിനോട്. ആ ഒരു സംഭവം മതി. നിങ്ങൾക്ക് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടോ? അതെ പറഞ്ഞു. നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് ഒരു പൈസന്റെ ആവശ്യമില്ല. ഞാനൊരു പൈസ ആഡ്സിന് കൊടുക്കാറില്ല. ഒരു പൈസ പോലും ഞാൻ ആഡ്സിന് കൊടുക്കാറില്ല. എല്ലാവരും യൂട്യൂബ് കണ്ടിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഡൗട്ട് ഉള്ളത് മീൻസ് യൂട്യൂബ് വഴി ആയി വരാൻ കുറച്ചൊന്നും സമയം പോരല്ലോ. അത്യാവശ്യം സമയം. ഒരു കുട്ടി ഈ ലോകത്ത് വരുന്ന നിങ്ങൾ എത്ര മാസം കുടിക്കും? 9 മാസം. സമയമില്ലാതെ ഒന്നും ശരിയാൻ പോണില്ല. ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നാളെ തന്നെ കുട്ടി ഉണ്ടാവും ചോദിച്ചാൽ കുട്ടി ഉണ്ടാവാൻ പോണില്ല. ഇസ് ഇറ്റ് കറക്റ്റ്? 10 മാസം വെയിറ്റ് ചെയ്യണ്ടേ നിങ്ങള്? അപ്പൊ ഇതിനും അതേപോലെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഇന്ന് പെട്ടെന്ന് ഇൻകം കിട്ടുമെന്ന് വിചാരിക്കും വേണ്ട. നിങ്ങളിപ്പം പറഞ്ഞു 2 വർഷമായിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു. 2 വർഷമായിട്ട് ഈ ബ്രേക്കിന് ആയിട്ടില്ല എന്നും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ തന്നെ പറഞ്ഞു ബ്രേക്കിന് ആയിട്ടില്ല എന്നല്ല. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഇപ്പോഴും ആ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. Is that right? ഓവർനൈറ്റ് സക്സസ് എവിടെയില്ല. അത് ലോട്ടറി അടിക്കേണ്ടി വരും. ആ ലോട്ടറി അടിച്ചാൽ അതേപോലെ പോവുകയും ചെയ്യും, അതേ സ്പീഡിൽ പോവുകയും ചെയ്യും. ഈസി ഗോൺ എന്നാ പറയില്ല. അപ്പൊ നിങ്ങൾ സ്ട്രാറ്റജിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുള്ളത്? പറ്റും. Okay, so my first question is, can you put your face on the screen and come up with videos on a regular basis? നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ചെയ്യാൻ പറ്റും. എവിടെയോ പേടി സംശയങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അത് ശരിക്കും മനസ്സിലായി. ഞാൻ നിങ്ങളെ ഫേസും കാണില്ല, നിങ്ങളുടെ പേരൊന്നും അറിയില്ല, എനിക്ക് ഫേസും കാണില്ല. പക്ഷേ എനിക്കറിയാം നിങ്ങളുടെ വോയിസും ടൊണാലിറ്റി എനിക്ക് കേട്ടതാണ് അറിയാം. നിങ്ങൾ സെൽഫ് ഡൗട്ട് ഉണ്ട്, ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ട്, അത് കൂടെ പേടിയുണ്ട്. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം പേടിയുണ്ട്. ഈ പേടിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ, ഓൺലി ഇഫ് നിങ്ങൾ വിചാരിക്കുന്ന ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ യു വിൽ ഹാവ് ടു വർക്ക് ലൈക്ക് വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ. So the question is, can you do it or not? I can do it. 0 to 10. 7. ഒരു ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. മീൻസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം നടക്കുക എന്നുള്ളൊരു അത് നടക്കാൻ പോകില്ല. ഇല്ല നടക്കാൻ പോകില്ല. അത് പിന്നെ അങ്ങനത്തെ നിങ്ങളുടെ ക്വാളിറ്റി കണ്ടിട്ട് ആരെങ്കിലും ഹയർ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഹയർ ചെയ്തിട്ട് ജോബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ്. അല്ലെങ്കിലോ നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ കമ്പനി തുടങ്ങേണ്ടി വരും.
ഓക്കെ. അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതില്ല എന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ പിന്നെ ഓർഗാനിക്കായിട്ട് നമ്മൾ വളരാൻ നോക്കണം. ശരി. ഒരു കമ്പനി താങ്ക് യു നിങ്ങൾ സർ. ഹയർ ചെയ്ത് കൊണ്ടുപോകണം, ദാറ്റ്സ് ഫൈൻ. ഹയർ ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 33,000 ആണെങ്കിൽ അവർ പറയും ഓക്കെ ഐ ആം ഗോയിങ് ടു ഗിവ് 50,000 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അബ്സൊല്യൂട്ട്ലി ഫൈൻ ആൻഡ് യു ക്യാൻ ജംപ് ആൻഡ് ടേക്ക് ഇറ്റ്. അതായത് കമ്പനി എക്സ്ക്യൂസ് മീ നിങ്ങളെ ക്വാളിറ്റി അനുസരിച്ചിട്ട് എടുക്കുകയാണ്. നാളെ അടുത്ത മാസം മുതൽ തന്നെ നിങ്ങൾ സാലറി കൂട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കേസ് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അല്ല, ഇത് പാർട്ട്ണർ എന്നുള്ളത് നമുക്ക് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുണ്ട്, ഒഴിയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾ ആ വർക്കും ചെയ്യേണ്ട ഇതും ചെയ്യാമല്ലോ നിങ്ങൾക്ക്. അറ്റ് ദ സെയിം ടൈം കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അത് കരാറുണ്ട് നമ്മൾ തമ്മിൽ. അപ്പം പിന്നെ എനിക്ക് വേറെ ഇതിനെ പറ്റി കമ്പനിയായിട്ട് അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കരുത്. ഓക്കെ. ഈ ഒരു നിങ്ങൾ എന്താണ് നിങ്ങൾ ഏത് ബിസിനസ്സിലാണോ അതിനോട് പാരലൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന വേറെ ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ പാടില്ല, ഫോർ ഷുവർ. അത് പറ്റില്ല. അപ്പോൾ ഇതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നേ പറ്റുള്ളൂ, നിങ്ങളിപ്പോൾ എന്താ ചെയ്യണം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ ജോബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് തുടങ്ങേണ്ടി വരും. ഓക്കെ, ഒരു ക്ലാരിറ്റി കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നുള്ള ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. All right. ഉറപ്പാണ്. Thank you. Thank you, sir. Thanks a lot.